പ്രാർത്ഥിക്കുന്ന ഓരോ ദൈവമക്കളും എക്കാലത്തും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ദൈവത്താൽ ഒരു ഉയർച്ച പ്രാപിക്കണം എന്നുള്ളത്. ഇന്ന് അങ്ങനെ ഒരു വചനമാണ് പരിശുദ്ധാത്മാവ് നമ്മളോട് സംസാരിക്കുന്നത്. 27-ാം സങ്കീർത്തനം അതിൻ്റെ 5-ാമത്തെ വാക്യം. അനർത്ഥ ദിവസത്തിൽ അവൻ തന്റെ കൂടാരത്തിൽ നിന്നെ ഒളിപ്പിക്കും, തിരുനിവാസത്തിന്റെ മറവിൽ നിന്നെ മറയ്ക്കും, പാറമേൽ എന്നെ ഉയർത്തും. സങ്കീർത്തനക്കാരൻ പറയുകയാണ്, അനർത്ഥ ദിവസത്തിൽ ദൈവം തന്റെ കൂടാരത്തിൽ നമ്മെ ഒളിപ്പിക്കും. ബൈബിളിൽ ഒരു വാക്യമുണ്ട്, നീതിമാന്റെ അനർത്ഥങ്ങൾ അസംഖ്യമെങ്കിലും അവയെല്ലാറ്റിൽ നിന്നും യഹോവ അവനെ വിടുവിക്കും. ഈ മെസ്സേജ് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ചെന്നൊളിക്കുവാൻ ഒരു സ്ഥലമുണ്ട്, ചെന്ന് അഭയം പ്രാപിപ്പാൻ ഒരു സ്ഥലമുണ്ടെന്ന് ഈ വചനം നമുക്ക് ഉറപ്പ് തരികയാണ്. ആ ഭാഗം നമുക്കൊന്നുകൂടെ ഒന്ന് മനസ്സിരുത്തി പഠിച്ചാൽ, തിരുനിവാസത്തിന്റെ മറവിൽ ദൈവം നിന്നെ മറയ്ക്കും. 3-ാമത്തെ കാര്യമാ, പാറമേൽ നിന്നെ ഉയർത്തും. ഏതു പാറ? യുഗങ്ങളുടെ പാറ, ക്രിസ്തുവാകുന്ന പാറമേൽ എൻ്റെ ദൈവം നിന്നെ ഉയർത്തുക തന്നെ ചെയ്യും. അപ്പൊ 3 സന്ദേശങ്ങൾ ഇവിടെ ഉണ്ട്. 1, സ്തോത്രം, ഒളിപ്പിക്കുന്ന ദൈവം. 2, മറയ്ക്കുന്ന ദൈവം. 3, ഉയർത്തുന്ന ദൈവം. ഒരു ദൈവപൈതന്റെ ഉള്ളിൽ എന്നും ഈ വചനം ഓർത്ത് ധ്യാനിച്ച് ധൈര്യപ്പെടുവാൻ നല്ലൊരു വചനമാണ്. അനർത്ഥത്തിൽ അവൻ നിന്നെ ഒളിപ്പിക്കും, അവൻ നിന്നെ മറയ്ക്കും, അവൻ നിന്നെ പാറമേൽ ഉയർത്തും. എന്താണ് ഇന്നത്തെ സന്ദേശം? നീ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിന്റെ ജീവിതത്തിൽ ഉയർച്ച വെളിപ്പെടുവാനുള്ള സമയമായി. ദൈവം നിന്നെ ഉയർത്തുവാനുള്ള സമയമായി. എന്നും എനിക്ക് പരാജയമേ ഉള്ളോ, എന്നും എനിക്ക് ഒരേ അവസ്ഥയുള്ളോ, എന്നെൻ്റെ അവസ്ഥ മാറുമെന്ന് നീ ദൈവത്തോട് ചോദിച്ച ചോദ്യത്തിന് ദൈവം ഇന്ന് വചന വെളിപ്പാടിലൂടെ മറുപടി പറയുക, നീ ദൈവത്താൽ ഉയർത്തപ്പെടാൻ സമയമായി. എത്ര പേർ മനസ്സുകൊണ്ട് പ്രാർത്ഥിക്കും, ദൈവമേ എന്നെ ഒന്ന് ഉയർത്തണേ, എളിയവനെ പൊടിയിൽ നിന്നും ദരിദ്രനെ കുപ്പയിൽ നിന്നും ഉയർത്തി പ്രഭുക്കന്മാരുടെ കൂടെ ഇരുത്തുന്ന ദൈവമേ എന്നെ ഒന്ന് ഉയർത്തണമേ എന്ന് മനസ്സ് തുറന്ന് പ്രാർത്ഥിക്കാം. കണ്ണുകളെ അടയ്ക്കാം. കാരുണ്യവാനായ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന മക്കൾക്കു വേണ്ടി പ്രാർത്ഥിക്കുന്നു. സ്വർഗത്തിലെ ദൈവത്തിൻ്റെ നീതിയുള്ള കരം നിന്റെ മക്കളുടെ മേൽ നീട്ടണമേ എന്ന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുക. പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തി നിന്റെ മക്കളുടെ മേൽ വെളിപ്പെടുത്തണം. കർത്താവെ, അങ്ങേ അവരെ ഒളിപ്പിക്കുകയും മറയ്ക്കുകയും ഉയർത്തുകയും ചെയ്യുന്ന ദൈവമാണല്ലോ. എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന മക്കളെ നിന്റെ നാമം ചൊല്ലി പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അവർ അനുഗ്രഹിക്കപ്പെടട്ടെ, യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ദൈവം നിന്നെ ഉയർത്താൻ സമയമായി. അത് പ്രാപിക്കാം. ഗോഡ് ബ്ലെസ് യു.